ഇത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായി എങ്കിലും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ താങ്കൾ? ഞാനിപ്പോഴും ശുഭാപ്തി വിശ്വാസിയാണ്. എന്താണ് അതിന് അടിസ്ഥാനം? അത് എൻ്റെ ഉള്ളിൽ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന കാലത്ത് ഞാനൊരു അങ്ങനെ ഒരു തികഞ്ഞ ഗാന്ധിയൻ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നു. എങ്കിലും അന്ന് ഞങ്ങളുടെ തലമുറയ്ക്കകത്ത് ഈ ഗാന്ധിയുടെ കാറ്റടിച്ച് കയറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത് രാജ്യത്ത് ലോകത്തും തിന്മയെ കാണുകയുള്ളൂ എന്നുള്ളതില്ല. നന്മ എന്നെങ്കിലും കാറ്റടിച്ച് കയറാം എന്ന് അതൊരു ഉള്ളിൽ തട്ടുന്ന ഒരു തോന്നൽ. അല്ല, രാഷ്ട്രീയത്തിൽ സജീവമായി മുഴുകിയത് കൊണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ് സാർ ഒരു വിവാഹ ജീവിതം വരെ വേണ്ടാന്ന് വെച്ചത്? അതിന് ഒരു പ്രത്യേക നിർബന്ധ കാരണമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു. ആ കാലത്ത് മുഴുവൻ സമയവും ഇതിനു വേണ്ടി നടന്നു എന്നുള്ളത് ശരിയാണ്. വിവാഹം കഴിക്കാവുന്ന പ്രായത്തിൽ അതേപ്പറ്റിയ കാര്യമായി ആലോചിക്കാതെ നടന്ന് പ്രവർത്തിച്ചത് ഒരു കാരണമാണ്. അല്ലെ, 60 പതിറ്റാണ്ടിലധികം നീണ്ടുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ വിശ്വംഭരൻ സാറിന് ഒരു അവിസ്മരണീയ സംഭവം എന്ന് പറയാവുന്ന സംഭവം ഏതാണ്? അങ്ങനെ അത്ഭുതങ്ങളും അവിസ്മരണീയങ്ങളും ഒന്നും അധികമുള്ള ഒരാളല്ല. ചില സംഭവങ്ങൾ മനസ്സിൽ തട്ടി നിൽക്കുന്നു. അത് ചിലപ്പോൾ രാഷ്ട്രീയമാവണമെന്നില്ല. എന്നാലും ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. എൻ്റെ ജീവിതം എനിക്ക് എപ്പോഴും മനസ്സിൽ എനിക്ക് തട്ടി നിൽക്കുന്ന ഒരു സംഭവം, ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് ഈ മദ്രാസിൽ വെച്ച് നടന്ന 50കളിലാണ് 55 മറ്റാണ് ഒരു പത്രപ്രവർത്തക സമ്മേളനത്തിൽ പോയ ഒരു അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത്, അന്ന് ഞങ്ങൾ കുറേ പേര് ഈ നാഷണൽ കൗൺസിൽ മെമ്പർമാരെ അന്ന് ഈ നമ്മുടെ MS സുബ്ബലക്ഷ്മിയുടെ വീട്ടിൽ അവരുടെ ഭർത്താവ് സദാശിവം മറ്റൊരു പത്രാധിപർ, അദ്ദേഹം അത് ആ കോൺഫറൻസ് സജീവ പ്രവർത്തനം ക്ഷണിച്ചൊരു ചായ സൽക്കാരത്തിന് പോയപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ MS സുബ്ബലക്ഷ്മി യാതൊരു ഉപകരണങ്ങളുടെ അകമ്പടിയും ഇല്ലാതെ നടത്തിയ ഒരു പാട്ട് കച്ചേരി കേട്ട ഒരു സുവർണ അവസരം. എന്നുവെച്ചാൽ ഉച്ചഭാഷിണി പോലുമില്ല. അവരുടെ കണ്ഠത്ത് നിന്ന് ആ നേരെ യാതൊരു കൃത്രിമവും മലിനീകരണവും ഇല്ലാതെ ആ സംഗീതം ഒരു അരമണിക്കൂറിലധികം കേട്ടത് ഒരു വലിയ സംഭവമായി ഞാൻ കരുതുന്നു. രാഷ്ട്രീയത്തിൽ അതുപോലെയൊന്നും തട്ടിപ്പറയാനില്ല. ഒന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരിക്കുമ്പോൾ എന്നെ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തു നിന്ന് മാറ്റി കോൺഗ്രസ്സിൽ ചേർക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയതാണ്. അതിന് ചിലരൊക്കെ കൂടി അന്ന് ഇവിടെ ഞങ്ങളുണ്ടായിരുന്ന സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഒരു ഭിന്നിപ്പൊക്കെ ഉണ്ടായപ്പോൾ ഞാനതുമായിട്ട് എന്ന് കാരണമല്ല, ആ ഭിന്നിപ്പിൻ്റെ ഭാഗമായി ഞാൻ ആ പാർട്ടിയിൽ നിന്ന് മാറുന്നു. അന്ന് കോൺഗ്രസ്സിന് ഇവിടെ ലോക്സഭയിലോ രാജ്യസഭയിലോ കേരളത്തിൽ നിന്ന് ഒരു അംഗവും ഇല്ലാത്ത കുറച്ച് കാലം ഉണ്ടായിരുന്നു. 67 തിരഞ്ഞെടുപ്പിന് ശേഷം പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്നു ലോക്സഭയിൽ, അദ്ദേഹം മരിച്ചു. പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. രാജ്യസഭയിൽ കോൺഗ്രസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും റിട്ടയർ ചെയ്തും പോയി, ഒരാളില്ല. അങ്ങനെയും ഈ ചരിത്രത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ SSP ഇന്ന് ഞങ്ങൾ പിണങ്ങി ചിലർ എന്നറിഞ്ഞപ്പോൾ, ഞാൻ ആ കൂട്ടത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കോൺഗ്രസ്സിൽ ചേർക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ അന്ന് ഒരു മന്ത്രിയായിരുന്ന ശ്രീമാൻ റെഡ്ഡി, ഈ അടുത്ത കാലത്ത് ബംഗാൾ ഗവർണറൊക്കെ ആയിരുന്നു, റിട്ടയർ ചെയ്ത് മരിച്ച പെട്ടെന്ന് പേര് അദ്ദേഹമാണ്. ഞങ്ങൾ തമ്മിൽ കുറച്ച് അടുപ്പമായിരുന്നു. ചില കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് എനിക്ക് മനസ്സിലായി അവർ വല വീശുകയാണ്. ചെറിയ സാധാരണഗതിയിൽ നാക്കിൽ വെള്ളം ഊറുന്ന ചില നിർദ്ദേശങ്ങൾ വരെ പരോക്ഷമായിട്ട് കിട്ടുകയും ചെയ്തു. ഒരു മന്ത്രിസഭയിലെങ്ങാണ്ട് ഒരു ചെറിയ സ്ഥാനമൊക്കെ. അപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി അധികം സംസാരിച്ചില്ല. അവർ എന്തെങ്കിലും പ്രത്യേകമായി അവിടെ ചെന്നിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇവരൊക്കെ പഴയ കോൺഗ്രസ്സുകാരാണ്, ഇവർ തിരിച്ച് കോൺഗ്രസ്സിൽ വരണമെന്ന് ഞങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് ഏതാണ്ട് അതിന് സൂചന കിട്ടി, വല്ല വിലപേശലാണോ എന്ന്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, എനിക്കാകെ പറയാനുള്ളത്, ഞാൻ കോൺഗ്രസ് വിരുദ്ധ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മുന്നണിയിൽ നിന്ന് ജയിച്ചു വന്ന
ഒരാളാണ്. അന്നാണെങ്കിൽ കൂറുമാറ്റ നിയമവും ഇല്ല, മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല, കൂറുമാറ്റ നിയമമൊന്നും വന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കണം എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഐ വിൽ നോട്ട് ക്രോസ് ദി ഫ്ലോർ എന്ന് പറയും. മറ്റു വിധത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ പറ്റി. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ പോലും കാണുന്നതല്ല, ഒരു മുന്നണിയിൽ നിന്ന് വിജയിച്ചു വന്ന ആൾ കൂറുമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽ പെടാൻ കഴിയില്ലെങ്കിൽ മറ്റു മുന്നണിയിലേക്ക് പ്രതിപക്ഷത്തേക്കൊക്കെ മാറുന്നതിന് ഞാനത് ഒരു വലിയ കാര്യമായിട്ടല്ല, ഞാൻ എൻ്റെ ഒരു മഹത്വമായിട്ട് പറയല്ല. ഒരു സംഭവം ഓർത്തപ്പോൾ മറ്റേത് പറഞ്ഞതുപോലെ ഒരു ചെറിയ സംഭവം, അതല്ലാതെ വലിയ അത്ഭുതങ്ങളൊന്നും അല്ലെങ്കിൽ സാഹസിക പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ട ഒരാളല്ല ഞാൻ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഈ മൂല്യശോഷണത്തിനെതിരെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ മുന്നോട്ടിറങ്ങാൻ, നേതൃത്വം നൽകാൻ, ഒരു കൂട്ടായ നേതൃത്വത്തിന് ഒരുങ്ങാൻ താങ്കൾക്ക് മുൻകൈ എടുക്കാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ കഴിവിനൊത്തിപ്പടി പരിശ്രമിക്കുകയാണ്. പക്ഷേ എൻ്റെ കഴിവ് വളരെ പരിമിതമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എങ്കിലും എൻ്റെ പരിശ്രമം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ കൂട്ടായ നേതൃത്വത്തിന് എന്നോടൊപ്പം എന്നെക്കാൾ കൂടുതൽ സമർത്ഥമായും പ്രവർത്തിക്കാവുന്ന ആളുകളുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അവരോട് യോജിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഒളിച്ചോടാനൊന്നും ഞാൻ പോകുന്നൊന്നുമില്ല. കഴിവുകളുടെ പരിമിതിയുണ്ട്.